സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുः ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഇന്ന് മുണ്ടക ഉപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 8-ാം മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ശ്രവിക്കാം. തപസാം ക്ഷീയതേ ബ്രഹ്മ തതോന്നമഭിജായതേ അന്നാൽ പ്രാണോ മനഃസത്യം ലോകാഃ കർമ്മസു ച അമൃതം. തപസ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ക്ഷീയതേ വർദ്ധിക്കുന്നു. തപസ് കൊണ്ട് നമ്മുടെ അറിവ്, ജ്ഞാനം വർദ്ധിക്കുന്നു. ഏകാഗ്രമായി ചിന്തിച്ച് ഒന്നിനെ തന്നെ ചിന്തിച്ചിരുന്നാൽ അവിടെ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുന്നു. തഥാ അതിൽ നിന്ന്, ഉപജിതമായ ബ്രഹ്മത്തിൽ നിന്ന്, അന്നവും സംസാരികൾക്കെല്ലാം പൊതുവെ അന്നമായ അവ്യാകൃതവും, അന്നത്തിൽ നിന്ന്, അവ്യാകൃതത്തിൽ നിന്ന് പ്രാണനും ഹിരണ്യഗർഭനും, തസ്മാത് അവനിൽ നിന്ന്, പ്രാണനിൽ നിന്ന് മനസ്സും, തഥ അതിൽ നിന്ന്, ആ മനസ്സിൽ നിന്ന്, സത്യവും, സത്യമെന്ന് പറയുന്ന ആകാശാദി ഭൂതപഞ്ചകവും, തസ്മാത് അതിൽ നിന്ന്, ആ ഭൂതപഞ്ചകത്തിൽ നിന്ന്, ലോകങ്ങളും, ഭൂർലോകം മുതലായ 7 ലോകങ്ങളും, തേഷു കർമാണി ആ ലോകങ്ങളിൽ കർമ്മങ്ങളെയും, കർമ്മസു കർമ്മങ്ങളുണ്ടാകുമ്പോൾ, അമൃതവും കർമ്മഫലവും ഉണ്ടാകുന്നു. സർവഭൂതങ്ങൾക്കും ഉദ്ഭവസ്ഥാനമായ അക്ഷരബ്രഹ്മം, ഉൽപ്പത്തി വിധിയെക്കുറിച്ചുള്ള ജ്ഞാനമാകുന്ന തപസ് കൊണ്ട് വർദ്ധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്കുരത്തെ ഉൽപ്പാദിപ്പിക്കുവാനായി ബീജം വിത്ത് വീർക്കുന്നത് പോലെയും, പുത്രനെ ജനിപ്പിക്കുവാൻ ഇച്ഛിച്ച് പിതാവ് ഹർഷത്താൽ സന്തോഷത്താൽ കൂടുതൽ സന്തോഷിക്കുന്നത് പോലെയും ഈ ജഗത്തിനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച് അക്ഷരബ്രഹ്മം വർദ്ധിക്കുന്നു എന്നർത്ഥം. അക്ഷരബ്രഹ്മം സന്തോഷിക്കുന്നു, കൂടുതൽ പുഷ്ടിപ്പെടുന്നു എന്ന് അർത്ഥം. സർവജ്ഞനായതുകൊണ്ട് ഇപ്രകാരം സൃഷ്ടിസ്ഥിതി സംഹാരം ഇവയ്ക്കു വേണ്ട ശക്തിയോടും വിജ്ഞാനത്തോടും കൂടിയിരിക്കയാൽ വർദ്ധിച്ചു വരുന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് സർവസംസാരികൾക്കും പൊതുവെ ഭോജ്യമായതുകൊണ്ടാണ് അന്നമെന്ന് പറയുന്ന അവ്യാകൃതം ജനിക്കുന്നു. അനാദിസിദ്ധമായ അവ്യാകൃതം ജനിക്കുന്നു എന്ന് പറഞ്ഞത് വ്യാകരിപ്പാൻ ഇച്ഛിക്കുന്ന അവസ്ഥയായിത്തീരുന്നു എന്നുള്ള അർത്ഥത്തിലാകുന്നു. ആ വ്യാകരിപ്പാൻ ഇച്ഛിക്കുന്ന അവസ്ഥയായ അവ്യാകൃതമാകുന്ന അന്നം നിമിത്തമായി ബ്രഹ്മത്തിൽ നിന്ന് ജ്ഞാനശക്തികളോടും ക്രിയാശക്തികളോടും കൂടിയ വെഷ്ടിരൂപമായ ജഗത്തിൻ്റെ സമഷ്ടി രൂപമായിട്ടുള്ളവനും, അവിദ്യ, കാമങ്ങൾ, കർമ്മങ്ങൾ, ഭൂതങ്ങൾ ഇവയുടെ സമുദായത്തിൻ്റെ ബീജത്തിൻ്റെ അങ്കുരസ്ഥാനത്തെ വഹിക്കുന്നവനും, സകല ജഗത്തിനും ജീവാത്മാവായിരിക്കുന്ന ഹിരണ്യഗർഭൻ ഉണ്ടാകുന്നു. ആ പ്രാണനിൽ നിന്ന് സങ്കല്പം, വികല്പം, സംശയം, നിർണയം മുതലായവയാകുന്ന സ്വരൂപത്തോടു കൂടിയ മനസ്സ് ജനിക്കുന്നു. സങ്കല്പാദി സ്വരൂപമായ ആ മനസ്സിൽ നിന്നും സത്യമെന്ന് പറയുന്ന ആകാശം മുതലായ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് അണ്ഡക്രമത്തിൽ ഭൂർലോകം, സുവർലോകം മുതലായ 7 ലോകങ്ങളും, ആ ലോകങ്ങളിൽ മനുഷ്യർ മുതലായ പ്രാണികളും, വർണ്ണങ്ങളും, ആശ്രമങ്ങളും, കർമ്മങ്ങളും ക്രമേണ പടിപടിയായി ഉണ്ടാകുന്നു. നിമിത്തങ്ങളായ കർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ അമൃതമായ കർമ്മഫലവും ഉണ്ടാകുന്നു. കൽപ്പകോടി ശതങ്ങൾ കഴിഞ്ഞാലും കർമ്മങ്ങൾ നശിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ ഫലവും, അതിൻ്റെ എന്താണോ ലക്ഷ്യം അതും നശിക്കയില്ല. അതുകൊണ്ടാണ് അതിനെ അമൃതം എന്ന് പറഞ്ഞത്. അടുത്ത് പറയാൻ പോകുന്ന അവിദ്യാ വിവരണ പ്രകടനം ആരംഭിക്കുന്നതിന് വേണ്ടി
ഇവിടെ ഇതുവരെ പറഞ്ഞ പരവിദ്യയെക്കുറിച്ച് ഉപസംഹരിക്കാൻ പോകുന്നു അടുത്ത മന്ത്രത്തിൽ. അപ്പോൾ ഇവിടെ ഈ പരവിദ്യയെക്കുറിച്ചാണ് വീണ്ടും പറഞ്ഞത്. തപസ് കൊണ്ട് ജ്ഞാനം കൊണ്ട് വർദ്ധിക്കുന്നു. ബ്രഹ്മത്തിൽ നിന്ന് അന്നമുണ്ടാകുന്നു. ആ അന്നത്തിൽ നിന്ന് പ്രാണനും, ആ പ്രാണനിൽ നിന്ന് മനസ്സും, പിന്നെ സത്യവും ആകാശാദി പഞ്ചഭൂതങ്ങളും, ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് 7 ലോകങ്ങളും ഉണ്ടാകുന്നു. ആ ലോകങ്ങളിൽ നമ്മൾ കർമ്മങ്ങൾ ഏതാണോ ആ കർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മഫലമായിട്ടുള്ള എന്താണോ അമൃതത്വം അത് നമുക്ക് ലഭിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്.